ഇക്കഴിഞ്ഞ 10-ാം തീയതി കോഴിക്കോട് ബീച്ച് റോഡിൽ ഒരു വാഹന അപകടം നടന്നു. റീൽസ് ചിത്രീകരണത്തിനിടെയാണ് അപകടം നടന്നതെന്നും റീൽസ് എടുത്തുകൊണ്ടിരുന്ന ചെറുപ്പക്കാരന് ദാരുണ അന്ത്യം സംഭവിച്ചുവെന്നും വാർത്ത കാറ്റുപോലെ അല്ലെങ്കിൽ ചുഴലിക്കാറ്റുപോലെ നാടെങ്ങും പരന്നു. പോലീസ് സ്റ്റേഷന് വെളിപ്പാടകലെയാണ് ഈ അപകടം നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. പോലീസുകാർ ഇത് കണ്ടില്ലേ, ഇത് ശ്രദ്ധിച്ചില്ലേ എന്ന് നാട്ടുകാർ എല്ലാവരും ചോദിച്ചു തുടങ്ങി. അപകടത്തിൽ കൊല്ലപ്പെട്ടത് ആൽവിൻ എന്ന 20-കാരൻ. വിദേശത്ത് ജോലിയുണ്ടായിരുന്നു, സിനിമാറ്റോഗ്രാഫിയിൽ ക്രേസുണ്ട്, കണ്ടന്റ് ക്രിയേറ്ററാണ് ആൽവിൻ. അങ്ങനെ പരിശോധിച്ചു വന്നപ്പോൾ ഇത് ആൽവിൻ സ്വന്തം പ്രൊമോഷന് വേണ്ടി ചെയ്ത അല്ലെങ്കിൽ സ്വന്തം യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി റീൽസ് എടുത്തതല്ല, വേറൊരു സ്ഥാപനത്തിൻ്റെ പ്രൊമോഷൻ കണ്ടന്റ് തൻ്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഈ അപകടം സംഭവിച്ചതെന്ന് പോലീസ് തിരിച്ചറിയുന്നു. ഏതാണ് ആ സ്ഥാപനമെന്ന് അന്വേഷിച്ചു. 999 ഓട്ടോമോട്ടീവ് എന്ന കല്ലിങ്കൽ കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൻ്റെ പ്രൊമോഷൻ വീഡിയോയാണ് അവിടെ ചിത്രീകരിച്ചത്. ആ വീഡിയോ എങ്ങനെയായിരുന്നു? 2 ആഡംബര കാറുകൾ, ഒന്ന് ബെൻസും മറ്റൊന്ന് ഡിഫൻഡറും. ഈ 2 ആഡംബര കാറുകൾ അതിവേഗത്തിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. അതാണ് ഷോട്ട്. റോഡിൽ ഈ ആൽവിൻ ക്യാമറയും വെച്ച് നിൽക്കുന്നു, മൊബൈൽ ക്യാമറയും വെച്ച് നിൽക്കുന്നു. വാഹനങ്ങൾ അതിവേഗത്തിൽ പാഞ്ഞു വരുന്നു. ഇതിലൊരു വാഹനം ആൽവിനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്. അപകടം സംഭവിച്ച നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കഥ മാറുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, റീൽസ് ചിത്രീകരണത്തിനിടെ യുവാവ് മരിച്ചു എന്ന് വാർത്ത പരക്കുന്നു. അതിനുശേഷം യഥാർത്ഥത്തിൽ ആൽവിനെ ഇടിച്ചു തെറിപ്പിച്ച വണ്ടി കേരള രജിസ്ട്രേഷനുള്ള വണ്ടിയാണെന്ന്, ഡിഫൻഡർ വണ്ടിയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ കല്ലിങ്കൽ മോട്ടോഴ്സിൻ്റെ അവർ ശ്രമിക്കുന്നു. പോലീസിനെയും ചാക്കിടുന്നു. പോലീസിനെ ബന്ധപ്പെട്ട് ഈ വാഹനമാണ് ഇടിച്ചത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നു. ഇത് വളരെ ദ്രോഹബുദ്ധിയോടുകൂടി ചെയ്ത സംഭവമാണ്. ഇതാണ് പോലീസ് പറഞ്ഞു. ഡിഫൻഡർ തന്നെയാണ്, അതിന് രജിസ്ട്രേഷനുണ്ട്, KL10 രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്, അതും പുതിയ വണ്ടിയാണ്. ഇപ്പോഴതിന് 4 രജിസ്ട്രേഷൻ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആ ഫോട്ടോകളിൽ കാണുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ പോലീസിൻ്റെ FIRൽ അതിൻ്റെ ഒറിജിനൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കേസ് അന്വേഷിച്ച് തുടങ്ങുമ്പോഴാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധനാ സംഘം ഈ വാഹനങ്ങൾ പരിശോധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആ ബെൻസിന് കാറിൻ്റെ ബോണറ്റിന് ചില തകരാറുകളുണ്ട്. അപ്പോൾ അവർക്ക് സംശയം തോന്നി, ഈ ബെൻസ് കാറാണ് ഇടിച്ചിട്ടുള്ളത്. ആ ബെൻസ് കാറിൻ്റെ നമ്പറാണെങ്കിലോ അതിൻ്റെ രജിസ്ട്രേഷൻ തെലങ്കാന രജിസ്ട്രേഷനാണ്, TS9UA9, അങ്ങനെയാണ്, TS9UA9. ഇതാണ് ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ. ഇത് 2022 രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. ഇവർ ഈ 999 ഓട്ടോമോട്ടീവിൻ്റെ ഉടമസ്ഥതയിലുള്ള അരീക്കോടുള്ള പെട്രോൾ പമ്പിൻ്റെ ഉദ്ഘാടനത്തിന് നിരവധി ആഡംബര കാറുകൾ കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കാറും അവിടെയുണ്ട്. അതായത് വളരെ നാളുകളായി ഈ രജിസ്ട്രേഷൻ, തെലങ്കാന രജിസ്ട്രേഷനിലുള്ള വാഹനം ഇവിടെ ഇവർ ഓടിക്കുന്നുണ്ട്. ഈ കല്ലിങ്കൽക്കാർ ഈ വാഹനം ഉപയോഗിക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് പെട്രോൾ പമ്പിലെ ഫോട്ടോസ്. യഥാർത്ഥ നിയമം അനുസരിച്ചാണെങ്കിൽ വണ്ടി ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത വാഹനം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണമെങ്കിൽ, നമുക്ക് കേരളത്തിൽ ഓടിക്കണമെങ്കിൽ ഒരു NOC വേണം, അല്ലെങ്കിൽ പുതിയ രജിസ്ട്രേഷൻ നമ്പർ എടുക്കണം. ഇത് ഒന്നും തന്നെ ഇല്ല. ഇൻഷുറൻസ് അടച്ചിട്ടില്ല. അപ്പോൾ ഈ കല്ലിങ്കൽക്കാർ പറഞ്ഞു, അത് വാഹനം ഇടിച്ച് പയ്യൻ മരണപ്പെട്ടു പോയല്ലോ, അപ്പോൾ ഈ വാഹന അപകട ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഇൻഷുറൻസ് ഉള്ള വാഹനം ഇടിച്ചാലേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് വാഹനം മാറ്റി പറഞ്ഞതെന്ന് ഒരു കള്ളമൊഴിയും കൂടി നൽകി. ഏതാൽ കള്ളമൊഴി നൽകിയതിന് കാരണം മറ്റൊന്നാണ്. കാരണം 999 ഓട്ടോമോട്ടീവിൻ്റെ ഉടമ എന്ന് പറയുന്ന സാബിത് റഹ്മാൻ കല്ലിങ്കൽ, അത് കല്ലിങ്കൽ കുടുംബത്തിൻ്റെ നേരെ അവകാശിയാണ്, ഇളയ തലമുറയുടെ അവകാശിയാണ്. അയാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ് ഇത് നടന്നത്. ആ വാഹനം, ആൽവിനെ ഇടിച്ചു തെറിപ്പിച്ച വാഹനം ഓടിച്ചിരുന്നത് സാബിത് റഹ്മാനാണെന്ന് പോലീസ് തിരിച്ചറിയുന്നു. സാബിത്തിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. സാബിത്ത് എന്തുകൊണ്ടാണ് മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ ദേഹത്തേക്ക് വണ്ടി ഇടിച്ചു കയറ്റി? ഇവിടെയാണ് ആസൂത്രിത കൊലപാതകത്തിൻ്റെ സംശയം നിഴൽ പൊക്കുന്നത്, അല്ലെങ്കിൽ നിഴൽ നീക്കി പുറത്തു വരുന്നത്, മറനീക്കി പുറത്തു വരുന്നത്. ഇതൊരു ആസൂത്രിത കൊലപാതകമായിരുന്നു. ഈ സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന 1-2 കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. ഒന്ന്, ഈ ആൽവിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സാബിത്തിൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു. അവിടെ നിന്ന് 6-7 മാസം മുമ്പാണ് വിദേശത്തേക്ക് പോയത്. എന്നിട്ട് വിദേശത്ത് നിന്ന് വന്ന ശേഷം ഒരു ചികിത്സയുടെ ഭാഗമായി വിദേശത്ത് നിന്ന് വന്നു. അതിനുശേഷം എന്തെങ്കിലും കണ്ടന്റ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനൊരു കണ്ടന്റിൻ്റെ കാര്യം പറയുന്നത്. എന്നിട്ട് തൊട്ടു മുന്നിൽ ചെറുപ്പക്കാരൻ നിൽക്കുമ്പോൾ അമിത വേഗത്തിൽ വരുന്ന വാഹനം, അതും ആഡംബര വാഹനങ്ങൾ ഓടിച്ച് നല്ല തഴക്കവും പഴക്കവും വന്ന ആളുകളാണ് ഈ വാഹനം ഓടിക്കുന്നത്. ഡിഫൻഡർ മുന്നോട്ട് ചീർപ്പാഞ്ഞു പോകുമ്പോൾ ഈ സാബിത്ത് ഓടിച്ച വണ്ടി ആൽവിനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. അത് ബ്രേക്കാണെന്ന് വെച്ച് ആക്സിലേറ്ററിൽ ചവിട്ടി എന്നാണ് ഇപ്പോഴുള്ള മൊഴി.
അത് വ്യാജമാണോ അത് യഥാർത്ഥ മൊഴിയാണോ എന്ന് ഇത് ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ആൽവിനുമായി ഈ 999 ഓട്ടോമോട്ടീവ്സ് എന്ന സ്ഥാപനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷമോ പകയോ ഉണ്ടായിരുന്നോ? അത് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ തെളിയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ എന്തിനാണ് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം 2 വർഷമായി ഇവർ കയ്യിൽ സൂക്ഷിക്കുന്നത്? നിയമപരമായ യാതൊന്നും ഇവർ ചെയ്യാത്തത് എന്താണ്? അത് ക്രിമിനൽ ഒഫൻസാണ്, ക്രിമിനൽ കുറ്റമാണ്. എന്തിനാണ് ഇങ്ങനെ നുണ പറഞ്ഞത്? രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് ഇടിച്ചത്, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണ് ഇടിച്ചത്, ഞാൻ ഓടിച്ച വണ്ടിയല്ല ഇടിച്ചതെന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചത് എന്തിനാണ്? പിന്നെ റീൽസ് എടുക്കുന്നതിനിടയിലാണ് ആൽവിൻ മരിച്ചതെന്ന് വാർത്ത പ്രചരിപ്പിച്ചത് എന്തിനാണ്? ഈ വാർത്തയുടെയൊക്കെ പശ്ചാത്തലത്തിലാണ്, ഈ സംഭവത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് പൊതുനിരത്തിലും പൊതു ഇടങ്ങളിലുമുള്ള റീൽസ് പിടുത്തം നിരോധിക്കണമെന്ന്. വാസ്തവമാണ്. എത്ര സംഭവങ്ങളാണ് വരുന്നത്. തീവണ്ടിക്ക് അകത്തിരുന്ന്, തീവണ്ടിക്ക് പുറത്ത് തലയിട്ട്, തീവണ്ടിയിൽ ചാടിക്കേറി, എന്തിന് കൽപ്പടവുകളിൽ ചാടി നിന്നിട്ട് നമ്മൾ എത്ര വീഡിയോകളാണ് കാണുന്നത്. അപകടകരമായ സാഹചര്യത്തിൽ നിന്ന് റീൽസ് ഷൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. മുമ്പ് ടിക്ടോക്കും ഉണ്ടായിരുന്നു. ടിക്ടോക്ക് നിരോധിച്ചതോടുകൂടി ആ ദുരന്തം ഒഴിഞ്ഞു. ഈ റീൽസ് ആളുകൾ ഇങ്ങനെ ഓരോ അപകടങ്ങളിൽ ചെന്ന് ചാടുകയാണ്. ചെറുപ്പക്കാരാണ് മരിക്കുന്നതിലും ഭൂരിഭാഗം പേരും അപകടത്തിൽപ്പെടുന്നത്. അപ്പോൾ ഇത് യുവത്വത്തിൻ്റെ ജീവൻ എടുക്കുന്ന മരണക്കളിയാണ് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടത്. റീൽസ് പൊതുനിരത്തിലും പൊതു ഇടത്തിലുമുള്ള ഈ റീൽസ് പിടുത്തം നിരോധിക്കണം. വളരെ വാസ്തവമായ കാര്യമാണ്. അതേ അവസരം തന്നെ ഈ കേസ് ആൽവിൻ്റെ മരണം റീൽസ് എടുക്കുമ്പോൾ സംഭവിച്ചതല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഒരു കണ്ടന്റ് ക്രിയേറ്ററായിരുന്ന, സിനിമാറ്റോഗ്രാഫറായിരുന്ന, മിടുക്കനായിരുന്ന ആൽവിനാണ് കൊല്ലപ്പെടുന്നത്. ഇത് ആസൂത്രിത കൊലപാതകമാണെന്ന് സംശയിക്കാൻ തക്ക ചില കാരണങ്ങളും സൂചനകളുമുണ്ട്. ആ സൂചനകൾ കൂടി പോലീസ് മറനീക്കി പുറത്തു കൊണ്ടുവരണം. ലീഗുമായും CPM-ഉമായും ഏറെ അടുപ്പമുള്ള വ്യവസായ കുടുംബമാണ് കല്ലിങ്കൽ. മലപ്പുറത്തും കോഴിക്കോടും വ്യവസായ ശൃംഖല തന്നെ അവർക്കുണ്ട്. അപ്പോൾ അവരെ തൊട്ട് കളിക്കാൻ പോലീസും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഒന്നും മടിക്കും. പക്ഷേ നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ സാബിത്ത് റഹ്മാനും ആൽവിനും തമ്മിൽ എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ടോ എന്ന് ചികഞ്ഞ് പരിശോധിക്കണം. ഇപ്പോൾ തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് അകത്തുള്ള ആളിനെ കൃത്യമായി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ, സത്യസന്ധരായ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മറനീക്കി പുറത്തു വരാനിരിക്കുന്നത് ഞെട്ടിക്കുന്ന സത്യമായിരിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല.